Hello my friends, Liz Beauty Tipsiലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ലിസി കെ വൈദ്യൻ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്നോ, ഈ മുഖത്തെ പോർട്സ് ഒക്കെ ഷ്രിങ്ക് ചെയ്യുന്നത്, അതായത് മുഖത്ത് ഈ സുഷിരങ്ങളെല്ലാം ടൈറ്റൻ ചെയ്യാനുള്ള കുറച്ച് നാച്ചുറൽ റെമഡീസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഞാനിതൊരു 3 minutes ഒരു വീഡിയോ ഇട്ടിരുന്നേ. പക്ഷേങ്കിൽ വീണ്ടും ഒത്തിരിയും പേര് ഇത് ആവശ്യപ്പെടുന്നതുകൊണ്ടാണ് ഇത്തിരി എക്സ്പ്ലെയിൻ ചെയ്ത് കുറച്ചും കൂടെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഈ മുഖത്തെ സുഷിരങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പിലും ഉണ്ടേ. ഈ രോമകൂപങ്ങൾ എല്ലാ സ്കിൻ ടൈപ്പിലുണ്ട്. അത് പിന്നെ ഓയിലി സ്കിന്നുകാരെ സംബന്ധിച്ച് ഇവർക്ക് ഈ സെബേഷ്യസ് ഗ്ലാൻസിൻ്റെ പ്രവർത്തനം കൂടുതലായതുകൊണ്ടേ ഈ അധികം വരുന്ന സെബം ഈ രോമകൂപങ്ങളിലാണ് കൊണ്ട് അടിയുന്നത്. അപ്പോൾ ഈ സുഷിരത്തിൻ്റെ ചുറ്റും ഈ സെബം വന്ന് അടിയുമ്പോൾ സംഭവിക്കുന്നത് സുഷിരം അങ്ങ് വലുതായിട്ട് ഈ പോർട്സൊക്കെ അങ്ങ് വലുതായിട്ട് എൻലാർജാവും. നമുക്കത് വിസിബിളായിട്ട് കാണാൻ പറ്റും. അതാണ് പിന്നെ ഓയിലി സ്കിന്നുകാരുടെ ഒരു പ്രോബ്ലം. ഇതുപോലെ തന്നെ ഡ്രൈ സ്കിന്നിനും ഈ പ്രോബ്ലം ഉണ്ട് കേട്ടോ. ഡ്രൈ മീൻസ് ഏജിങ് സ്കിന്നിനെ സംബന്ധിച്ച് പിന്നെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുമല്ലോ. അപ്പോൾ ഈ സുഷിരങ്ങളൊക്കെ എടുത്ത് കാണിക്കും, വിസിബിളാവും. അപ്പോൾ ഇതാണ് ഇതിനുള്ള കാരണം. ഇനി ഇതിന് നമുക്ക് എങ്ങനെ നമുക്ക് ഇതിനെ ട്രീറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് 2 നേരം മുഖം ക്ലെൻസ് ചെയ്യണം. പറ്റുമെങ്കിൽ 3 നേരവും മുഖം ക്ലെൻസ് ചെയ്യണം. 2 നേരമെങ്കിലും രാവിലെയും വൈകിട്ടും മുഖം ക്ലെൻസ് ചെയ്യണം. ഇതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാനുള്ളത് ചെറുപയർ പൊടി ഉപയോഗിക്കാം, ഗ്ലിസറിൻ ചേർന്ന സോപ്പ് ഉപയോഗിക്കാം, അതായത് ബേബി സോപ്പുകൾ ഉപയോഗിക്കാം, പിന്നെ ഫേസ് വാഷുകൾ ഉപയോഗിക്കാം. ഫേസ് വാഷ് എന്ന് പറയുമ്പോൾ ഈ ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ളവർ ജെൽ ടൈപ്പ് അല്ലെങ്കിൽ വാട്ടർ ബേസ്ഡ് എന്നും പറഞ്ഞ് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഫേസ് വാഷ് വാങ്ങാൻ കിട്ടും കേട്ടോ. അത് വാങ്ങിയാൽ മതി. മിൻറ്റ് ബെസ്റ്റാണ് കേട്ടോ. മിൻറ്റ് ഫേസ് വാഷ് ബെസ്റ്റാണ്. പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഈ മിൻറ്റ് പുതിന ഇല ഉണ്ടല്ലോ, ഒരു 10 ഇല എടുത്ത് ഒരു 200 മില്ലി വെള്ളത്തിൽ തിളപ്പിച്ച് നമുക്ക് അതുകൊണ്ട് എല്ലാ ദിവസവും മുഖം കഴുകാം. ഇത് നല്ല ബെസ്റ്റ് ഫേസ് വാഷാണ്. വേണമെങ്കിൽ അതിനകത്ത് ഒരു 1/2 സ്പൂൺ ഗ്ലിസറിനും കൂടെ ആഡ് ചെയ്യാം, ചെയ്തില്ലേലും കുഴപ്പമില്ല. അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ 2 നേരം നമ്മൾ മുഖം കഴുകി ക്ലെൻസ് ചെയ്തു. ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ടോണിങ് ആണ്. ഈ മുഖം കഴുകി കഴിയുമ്പോൾ സംഭവിക്കുന്ന എന്താണെന്നോ, ഈ പോർട്സ് എല്ലാം തുറക്കും. അപ്പോൾ അതിനെ നമുക്കൊന്ന് അടയ്ക്കാനാണ് നമ്മൾ ഈ ടോണർ ഉപയോഗിക്കുന്നത്. അതിനായിട്ട് ഏറ്റവും ബെസ്റ്റ് ടോണർ എന്ന് പറഞ്ഞാൽ റോസ് വാട്ടറാണ്. അതുപോലെ തന്നെ വിച്ച് ഹേസൽ ഇതുപോലെ ഉണ്ടോ, ഇതുപോലെ ഒരു ചെറിയ കുപ്പി വാങ്ങി വെച്ചിരുന്ന നല്ല ഒന്നന്തരം ടോണറാണ്. നമ്മൾ ഈ ക്ലെൻസിങ് കഴിയുമ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സ്പ്രേ ചെയ്യാം. കണ്ടോ, ഇങ്ങനെ സ്പ്രേ ചെയ്യാം. അതല്ലെങ്കിൽ ഇതൊരു കോട്ടണിൽ മുക്കി, ഒരു കോട്ടൺ എടുത്ത് അതിൽ ഇട്ട് നമ്മുടെ ഈ ഏരിയയിൽ മുക്കിൻ്റെ സൈഡിൽ കവിളി ചീക്കിൻ്റെ സൈഡിലും എല്ലാം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പോർട്സ് എല്ലാം അടഞ്ഞോളും. പിന്നെ ഇത് രണ്ടും ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട, നല്ല തണുത്ത വെള്ളം അല്ലെങ്കിൽ ഒരു ഐസ് ക്യൂബ് എടുക്കുക. ഐസ് ക്യൂബ് എടുത്ത് ഒരു കോട്ടണിൽ അത് ചുറ്റി മുഖത്തെല്ലാം വെച്ച് കൊടുക്കുക. ഇതും നല്ല ടോണറാണ്. അപ്പോൾ ക്ലെൻസിങ് കഴിഞ്ഞു, ടോണിങ് കഴിഞ്ഞു. ഇതെല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ചെയ്യണം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും നമ്മൾ പിന്നെ എക്സ്ഫോലിയേഷൻ ചെയ്യണം. അതായത് ഈ ഡെഡ് സ്കിൻ പോകാനും ഈ ഇമ്പ്യൂരിറ്റീസ് എല്ലാം, സ്പോർട്സിലെ ഇമ്പ്യൂരിറ്റീസ് എല്ലാം പോകുന്നതിനെല്ലാം നമ്മൾ സ്ക്രബ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മൾ പാക്ക് ഇടണം. അപ്പോൾ അതിനായിട്ട് എന്താ വേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ സ്ക്രബ് ചെയ്യാൻ നമുക്ക് ഏറ്റവും നല്ലത് പഞ്ചസാരയാണ്. പൊടിച്ച പഞ്ചസാര, വലിയ തരി വേണ്ട, സ്ക്രാച്ചസ് വീഴും സ്കിന്നിലേ. അതുകൊണ്ട് വലിയ തരി വേണ്ട. ഇത് പൊടിച്ച് വെച്ചിരുന്നാൽ മതി. പഞ്ചസാര പൊടിച്ചെടുത്ത് വെച്ച് അതിൽ ലെമണും ഹണിയും കൂടെ മിക്സ് ചെയ്ത് ഈ ഏരിയയിലൊക്കെ നന്നായിട്ട് സ്ക്രബ് അധികം ഒന്നും ചെയ്യണ്ട കേട്ടോ. പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് ഒരു 5 മിനിറ്റ് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഈ ലെമണെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ലെമണും ഹണിയെല്ലാം
ഉള്ള ഒരു ഗുണം എന്താണെന്നോ, ഇത് ബാക്ടീരിയലാണ്, ആൻറ്റി ഫംഗലാണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, അതോടൊപ്പം നല്ല അസ്ട്രിജൻ്റ് ആണ്. പിന്നെ പോഴ്സ് എല്ലാം സ്ട്രിങ്ക് ചെയ്യുന്നതിനൊക്കെ ഈ ചെറുനാരങ്ങ നീരും ഹണിയും നല്ലതാണ്. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ചെറുനാരങ്ങ നീര് ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യണോ, അത് പിന്നെ സ്കിന്നിന് പ്രോബ്ലം ഉണ്ടാവുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അത് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ചെറുനാരങ്ങ നീര് അപ്ലൈ ചെയ്യാം. പിന്നെ നിങ്ങൾ ഡയറക്റ്റാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ചെയ്യാനുള്ളത് അതിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കണം, ഒന്ന് ഡയലൂട്ട് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇപ്പോൾ തേനിലും പിന്നെ ഷുഗറിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. അതാണ് അങ്ങനെ. ഇത് 2 പ്രാവശ്യം ആഴ്ചയിൽ ചെയ്യണം. പിന്നെ അടുത്തതായിട്ട് നമുക്ക് പാക്കാണ് വേണ്ടത്. പാക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മുൾട്ടാനി മിട്ടിയാണ് നല്ല ഒന്നാന്തരം പാക്കാണ്. ഓക്കെ, മുൾട്ടാനി മിട്ടിയെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഇത് നമ്മുടെ സ്കിന്നിലെ പ്രത്യേകിച്ച് ഈ പോഴ്സിലെല്ലാം ഇമ്പ്യൂരിറ്റീസും ഡർട്ടും എല്ലാം പോകുന്നതിനും അതോടൊപ്പം തന്നെ പോഴ്സ് ടൈറ്റൻ ചെയ്യുന്നതിനും പിന്നെ നല്ലൊരു പ്യൂരിഫയിങ് ഏജൻ്റാണ്. ഓക്കെ, ഈ മുൾട്ടാനി മിട്ടി. അപ്പോൾ മുൾട്ടാനി മിട്ടി തന്നെ പലതുണ്ട് കേട്ടോ. വൈറ്റ് ക്ലേ ഉണ്ട്, കോസ്മെറ്റിക് ക്ലേ ഉണ്ട്, കെയോളിൻ ആണ് വൈറ്റ് ക്ലേ. കെയോളിൻ എന്ന് പറയുമ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യാത്തത്, കെയോളിനൊരു കുഴപ്പമുണ്ട്, എല്ലാ സ്കിൻ ടൈപ്പിനും അത് യോജിക്കില്ല. പിന്നെ മുൾട്ടാനി മിട്ടി ആകുമ്പോൾ നമുക്ക് അവൈലബിൾ ആണ്, അത് നമുക്ക് പിന്നെ വില കുറവാണ്, വളരെ എഫക്റ്റീവാണ്. നമ്മൾ ഈ പ്രകൃതി ചികിത്സയ്ക്കൊക്കെ പോകുമ്പോഴേ അവിടെ മണ്ണ് പൊത്തി ചികിത്സ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതാണ് നമ്മൾ ഈ മുഖത്ത് ചെയ്യുന്നത്. നമ്മുടെ സ്കിന്നിൻ്റെ പിന്നെ ഇമ്പ്യൂരിറ്റീസ് എല്ലാം പോകുന്നതിനാണ് മുൾട്ടാനി മിട്ടി. പിന്നെ പലരും ചോദിക്കാറുണ്ട്, ഈ മുൾട്ടാനി മിട്ടി പിന്നെ ഡ്രൈ സ്കിന്നിന് ചേരുമെന്ന്. ഒന്നും പേടിക്കേണ്ട, ഓൾ സ്കിൻ ടൈപ്പിന് മുൾട്ടാനി മിട്ടി യോജിക്കും. അത് എല്ലാവരും ഓർത്തിരിക്കണം. അപ്പോൾ എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും മുൾട്ടാനി മിട്ടി ഇടാം കേട്ടോ. അപ്പോൾ 1 സ്പൂൺ മുൾട്ടാനി മിട്ടിയും 1 സ്പൂൺ ചെറുപയർ കൂടിയും കുക്കുംബർ ജ്യൂസ്, ടൊമാറ്റോ ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസ് ഇതിലേതെങ്കിലും ഒന്നിൽ മിക്സ് ചെയ്തിട്ട് പാക്കായിട്ട് ആഴ്ചയിൽ 2 പ്രാവശ്യം ഇടാം. പിന്നെ അതുകൂടാതെ എഗ് വൈറ്റ് നല്ല ഒന്നാന്തരം പാക്കാണ്. എഗ് വൈറ്റിൽ നാരങ്ങ നീരും തേനും കൂടെ മിക്സ് ചെയ്ത് അങ്ങനെയും ഒരു പാക്ക് ഇടാം. അപ്പോൾ 2 തരം പാക്ക് പറഞ്ഞേ. ഇനി അടുത്തത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഈ വല്ല സ്ട്രോങ് ആയിട്ടുള്ള അസ്ട്രിജൻ്റ് ഉപയോഗിക്കരുത്, അതുപോലെ മുഖം മസാജ് ചെയ്യരുത്. പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ സ്റ്റീം ചെയ്യണം കേട്ടോ, അത് ഞാൻ വിട്ടുപോയി. ആഴ്ചയിൽ ഒരിക്കൽ സ്റ്റീം ചെയ്യുന്നത് ഈ പോർട്സൊക്കെ തുറന്ന് അതിൻ്റെ അകത്ത് അഴുക്കൊക്കെ പോകാൻ നല്ലതാണ്. അപ്പോൾ അത് മറക്കരുത്. പിന്നെ ചെയ്യേണ്ടാത്ത കാര്യങ്ങളാണ് സ്ട്രോങ് ആയിട്ടുള്ള അസ്ട്രിജൻ, പിന്നെ ക്രീമി മേക്കപ്പ് ഇടേ വേണ്ട. പിന്നെ വലിയ വെയിലത്ത് പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് സൺ ടാൻ ക്രീം എന്തെങ്കിലും, സൺസ്ക്രീം എന്തെങ്കിലും ഉപയോഗിക്കാം. കൂടാതെ പിന്നെ മസാജ് ചെയ്യണ്ട. മസാജ് ചെയ്യുമ്പോൾ ഈ സെബേഷ്യസ് ഗ്ലാൻസിൻ്റെ പ്രവർത്തനം കൂടി സെബം കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടും, അതുകൊണ്ട് മസാജ് ചെയ്യണ്ട. അത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക. പിന്നെ വൈറ്റമിൻ എ, സി, ഡി, ബി ഇതെല്ലാം അടങ്ങിയ ആഹാരം കഴിക്കുക. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ വല്ലാതെ നമ്മളിങ്ങനെ ചിലവരെ സംബന്ധിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഈ സുഷിരങ്ങൾ നമുക്ക് കാണാം, ഈ പോഴ്സ് നമുക്ക് കാണാം, വളരെ വിസിബിളാണ്. അങ്ങനെയുള്ളവർക്ക് ഞാനൊരു സൂത്രം പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമുണ്ട്. ഈ ടിപ്പ് വേറെ ഒന്നുമല്ല, ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാം വളരെ ഉപകാരമുള്ള ഒന്നാണ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ആൻറ്റി ബാക്ടീരിയയാണ്, നമ്മുടെ സ്കിന്നിൻ്റെ pH ലെവലിനെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. പിന്നെ എക്സ്ഫോലിയേഷൻ ആയതുകൊണ്ട് തന്നെ ഡെഡ് സെൽസ് എല്ലാം പോയി, സ്കിന്ന് ഇമ്പ്യൂരിറ്റി എല്ലാം പോയി, സ്കിന്ന് ക്ലിയർ ആവുന്നു. ഇത്രയും ഗുണങ്ങളുണ്ട് ഈ ബേക്കിംഗ് സോഡയ്ക്ക്. അപ്പോൾ ഈ ബേക്കിംഗ് സോഡ 1 സ്പൂൺ എടുക്കുക, 1 സ്പൂൺ ചൂടുവെള്ളത്തിൽ ഇത് മിക്സ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാം. മുഖത്ത് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മിനിറ്റ് കേട്ടോ, അത് ശ്രദ്ധിക്കണേ. 10 മിനിറ്റ് ഒന്നല്ല, only 1 മിനിറ്റ് അത് ഓർക്കണം. 1 മിനിറ്റ് ഇതൊന്ന് അങ്ങോട്ട് മസാജ് ചെയ്യുക. ഇത് മസാജ് ചെയ്തിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക. ഇത് ഒരു 7 ദിവസം അടുപ്പിച്ച് ചെയ്യാം. 1 മിനിറ്റേ മസാജ് ചെയ്യാൻ പാടുള്ളൂ, അത് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. 7 ദിവസം അടുപ്പിച്ച് ചെയ്യാം. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ആഴ്ച വരുമ്പോൾ പിന്നെ ആൾട്ടർനേറ്റീവ് ഡേയ്സ്, ഒന്നിടവിട്ട ദിവസങ്ങളിൽ ചെയ്യാം. അത് കഴിഞ്ഞ് 3-ാമത്തെ ആഴ്ച വരുമ്പോൾ ആഴ്ചയിൽ 1 പ്രാവശ്യം ചെയ്താൽ മതി. ആർക്കാന്നോ വല്ലാണ്ട് ഡ്രൈ, അതുപോലെ സുഷിരങ്ങൾ വിസിബിളായിട്ട് കാണുന്നവർക്കാണ് ഞാൻ ഈ പറഞ്ഞ
ടിപ്പ് കേട്ടോ, അത് പ്രത്യേകം ഓർക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് പറഞ്ഞു വരികയാണെങ്കിൽ, എന്നാലും നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവരും ഇതെല്ലാം ട്രൈ ചെയ്യണം, റിസൾട്ട് എന്നെ അറിയിക്കണം. ഓക്കെ, എന്നാൽ എന്നെ വാച്ച് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. അപ്പോൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ അപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തണം, ഫ്രണ്ട്സിനെല്ലാം ഷെയറും ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.